ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 3-ാം വാരം ബുധൻ. ഞാൻ വായിച്ചു കേൾക്കുന്നത് മർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ക്രിസ്തുവിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, കഴിഞ്ഞ ഞായറാഴ്ച വചന ഞായറായിട്ട് നാം ആചരിച്ചു. 2019 ഫ്രാൻസിസ് പാപ്പായുടെ തിരുവെഴുത്ത് വഴിയാണ് എല്ലാ ആണ്ടുവട്ടവും 3-ാമത്തെ ഞായറാഴ്ച ദൈവവചന ഞായറായിട്ട് ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയത്. ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് ചിന്തിക്കുവാനും ദൈവവചനത്തിൽ ആഴമായി ജീവിക്കുവാനും ഇത് നമ്മെ സഹായിക്കും. ചരിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം വത്തിക്കാൻ സൂനകദോസിന് മുമ്പ് വരെ വചനത്തിന് ഇത്രയധികം പ്രാധാന്യം സഭ നൽകിയിരുന്നില്ല. എന്നാൽ 2-ാം വത്തിക്കാൻ സൂനകദോസിൽ പോൾ 6-ാമൻ പാപ്പ പ്രഖ്യാപിച്ച ദെയ് വെർബും എന്ന പ്രമാണത്തിൽ നിന്നും ദൈവവചനത്തിൻ്റെ പ്രാധാന്യം സഭ തിരിച്ചറിഞ്ഞു. ദൈവം മനുഷ്യന് തന്നെ വെളിപ്പെടുത്തി നൽകിയ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് ബൈബിൾ എന്ന് ദെയ് വെർബും പറഞ്ഞു വയ്ക്കുന്നു. എങ്കിലും ഇതിനെല്ലാം മുമ്പ് തന്നെ യേശു നമ്മെ വചനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേൾക്കുക. യേശു ഉപമയിലൂടെ സംസാരിക്കുകയാണ്. വിതക്കാരൻ വിതക്കാൻ പുറപ്പെട്ടു. വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, എന്നാൽ അവ പക്ഷികൾ വന്ന് തിന്നുകളഞ്ഞു. ചിലത് പാറപ്പുറത്ത് വീണു, അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി അതുപോലെ കരിഞ്ഞുപോയി. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, അതും ഫലം പുറപ്പെടുവിച്ചില്ല. എന്നാൽ ശേഷിച്ചവ നല്ല നിലത്ത് വീണു, അവ തഴച്ചു വളർന്നു, അത് 100 മേനിയും 30 മേനിയും 60 മേനിയും ഫലം പുറപ്പെടുവിച്ചു. യേശു ഈ ഉപമ വിശദീകരിക്കുന്നുണ്ട്. യേശു പറയുന്നു, വചനത്തെക്കുറിച്ചായിരുന്നു ഉപമ. പ്രിയപ്പെട്ടവരെ, നിലത്തിനനുസരിച്ച് ഫലങ്ങളിലും വ്യത്യസ്തതയുണ്ട്. വിത്തുകൾ വിതക്കപ്പെടുന്നത് നിലമനുസരിച്ചാണ് നിർണ്ണയിക്കപ്പെടുന്നത്. നല്ല നിലത്ത് വീണ വിത്തുകൾ മാത്രം ഫലം പുറപ്പെടുവിച്ചു. ഇനി ചിന്തിക്കേണ്ടത് നമ്മളാണ്. നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെട്ടതാണോ? വിതക്കപ്പെടുന്ന വചനം അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ 30 മേനി അല്ലെങ്കിൽ 60 മേനി ഫലം പുറപ്പെടുവിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇനി നല്ല നിലമാണ് എങ്കിൽ തന്നെയും, നല്ല നിലത്താണ് വിത്ത് വിതക്കപ്പെട്ടിരിക്കുന്നത് എങ്കിൽ തന്നെയും ചിന്തിക്കേണ്ടത് ഇതാണ്: നല്ല നിലത്ത് വീണ വിത്തുകളിലും വ്യത്യസ്തതയുണ്ട്. ചിലത് 30 മേനി, ചിലത് 60 മേനി, ചിലത് 100 മേനി വിളവ് നൽകി. പ്രിയപ്പെട്ടവരെ, ഓരോ ക്രൈസ്തവൻ്റെയും വിളിയും ഈ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നതിലേക്കാണ്. വചനം വിതക്കപ്പെടുമ്പോൾ വചനം ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നതോടൊപ്പം 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.